വണ്ടി എടുത്ത് വീട്ടിൽ നിന്ന് പോരുമ്പം മമ്മി പറയും, എടാ സൂക്ഷിച്ച് വണ്ടി ഓടിക്കണമെന്ന് പറയും. ഈ പറയണ മമ്മിക്ക് വണ്ടി ഓടിക്കാൻ വല്ലതും അറിയാവാ? ഒരു പൂട്ടും അറിയാൻ പാടില്ല. നമ്മളാണെ 10-20 വർഷമായിട്ട് ഈ വണ്ടി തിരിച്ചും മറിച്ചും ഒക്കെ ഓടിച്ചേക്കണവരാണ്. എന്നിട്ടും പറയും സൂക്ഷിക്കണോ. സൂക്ഷിക്കണം എന്ന് പറയാൻ ഒരാളുള്ളത് നല്ലതാണ്. അത് വല്ലാത്ത ഒരു ദൈവാനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ. ആരെങ്കിലും ഒക്കെ അങ്ങനെ പറയാനുണ്ടാവണം. ശരിക്കും പറഞ്ഞാൽ ഈ സൂക്ഷിക്കണം എന്നൊക്കെ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ഇറിറ്റേഷനാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ അരമുറുക്കി കാത്തിരിക്കും, നിങ്ങൾ ജാഗരൂകരായിരിക്കും. ഇന്നത്തെ വചനത്തിൽ പറയുന്ന കാര്യം ഇതാണ്. പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ദിവസമാണ്. ഈ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, മോനെ സൂക്ഷിക്കണോട്ടാ, മോനെ പാപം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കണം കേട്ടാ, മോനെ അങ്ങനെ നീ പറയുമ്പം സൂക്ഷിക്കണം കേട്ടാ, മോനെ നീ ആ വഴിക്ക് പോകുമ്പം സൂക്ഷിക്കണം കേട്ടാ. പരിശുദ്ധ അമ്മ നിരന്തരം നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സൂക്ഷിക്കണം എന്ന് പറയുന്ന കാര്യം. പലപ്പോഴും ഉള്ള പ്രശ്നം എന്താ അറിയാമോ? ഈ സൂക്ഷിക്കണമെന്ന് നമ്മളോട് പറയുന്നവരുടെ വില നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെ പറയണവര് മരിച്ചു കഴിയുമ്പോഴാണ്. അതുവരെ ആ വില നമ്മൾ മനസ്സിലാക്കൂല. സൂക്ഷിക്കണമെന്ന് പറയാൻ നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവണം. അത് ഇറിറ്റേഷൻ അല്ല. അങ്ങനെ പറയണ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ദിവസമാണ്. സൂക്ഷിക്കണമെന്ന് പറയാൻ ധാരാളം പേര് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.